നമ്മൾ ഈ കുരുത്തക്കേടെന്നൊക്കെ പറയില്ലേ, ചില ആളുകൾക്ക് കുരുത്തക്കേട് കിട്ടും. അത് ചിലപ്പോൾ ഉസ്താദന്മാർ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളെ ധിക്കരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടായിരിക്കും കുരുത്തക്കേട് കിട്ടും. ഈ കുരുത്തക്കേട് കിട്ടുന്നോ പാപി ചെല്ലുന്നിടം എല്ലാം പാതാളം എന്ന് പറഞ്ഞ മാതിരി അവൻ എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാം പ്രശ്നമായിരിക്കും. അവനൊരു നല്ലോണം നടക്കുന്നൊരു കമ്പനി, ആ കമ്പനിയിൽ അവൻ ജോയിൻ ചെയ്ത് ആ കമ്പനി പൊളിഞ്ഞ് പൂട്ടിപ്പോവും. കാരണം എന്താ? ഇവൻ അതിൻ്റെ CEO ആയിട്ട് അല്ലെങ്കിൽ മാനേജറായിട്ട് വന്ന ഇവൻ പണ്ട് കുരുത്തക്കേട് കിട്ടിയവനാണ്, ഏതോ ഒരു ഉസ്താദിൻ്റെ കുരുത്തക്കേട്. അപ്പോൾ ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ അവർ വഴിതെറ്റിയപ്പോൾ അവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യസന്ധനാണ്, ഇത് കൊണ്ടുവന്ന കാര്യം സത്യമായ കാര്യമാണെന്ന് അറിയാം. എന്നിട്ടും അവർ അംഗീകരിക്കാതെ വഴിതെറ്റിയപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു കൂടുതൽ തെറ്റിച്ചു. പിന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് കുരുത്തക്കേട് മേടിച്ചോ, പിന്നെ എവിടെ പോയാലും അവന് കുരുത്തക്കേടായിരിക്കും, പെട്ടെന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യണം? പോയി പൊരുത്തം ചോദിക്കണം. ഉസ്താദേ പൊരുത്തപ്പെടണേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയതാണ്, പൊരുത്തപ്പെടണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഇവന് വേണ്ടിയാ പുറത്തു കൊടുക്കാം, ഒരു വിഷമമല്ലേ എന്ന് തോന്നി മനസ്സിനൊരു മാനസികമായൊരു പൊരുത്തം ഉണ്ടാകുമ്പോൾ അവൻ രക്ഷപ്പെടും. കാരണം തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇന്നൽ മുഅ്മിനൂന ഇദാ അദ്നബ കാനത്ത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാകും. അവൻ കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്യുന്തോറും ആ പുള്ളി വർദ്ധിച്ച് ബ്ലാക്ക് ആവും, ഹൃദയം മുഴുവൻ കറുത്തു പോകും, കീല് പോലെ. പിന്നെ അതിനകത്ത് പ്രകാശം കയറൂല, പിന്നെ എന്ത് നന്മ പറഞ്ഞാലും മനസ്സിലാവൂല, പിന്നെ ഈ ചെവിയിലൂടെ എന്ത് പറഞ്ഞാലും ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പോലും ഹൃദയത്തിൽ കയറൂല. അങ്ങനൊരു അവസ്ഥയാവും. അപ്പോൾ അതാണ്. അപ്പം എന്നാൽ അവൻ പശ്ചാത്തപിച്ചു, പടച്ചോനെ പാപങ്ങൾ ചെയ്തു പോയി, മാപ്പാക്കണേ അല്ലാ എന്ന് പശ്ചാത്തപിച്ചാൽ അവൻ്റെ ഹൃദയം ആ കറുപ്പുകൾ മാഞ്ഞു പോകും, അവൻ രക്ഷപ്പെടും. അപ്പോൾ ഈ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് സത്യം ലഭിച്ചതിന് സത്യത്തെ മനസ്സിലാക്കാനുള്ള അവസരം ലഭിച്ചതിന് ശേഷം ആ സത്യം അംഗീകരിക്കാതെയുള്ള ധിക്കാരം, അത് വലിയ അപകടമാണ്. നമ്മൾ കൂടുതൽ പാപങ്ങൾ ചെയ്യുന്തോറും നമ്മളെ പാപങ്ങൾ, അധികരിച്ച പാപങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ കറുപ്പിക്കും. എന്നാൽ